ഇളയദളപതി സ്ക്രീനിൽ നിറഞ്ഞപ്പോൾ ആരാധകർ ആവേശഭരിതരായി. വളർച്ചയിലും തളർച്ചയിലും ഇളയദളപതിക്കൊപ്പം ആരാധകർ ഒന്നിച്ചു നിന്നപ്പോൾ അവിടെ ഒരു ആരാധക കൂട്ടം ജനിക്കുന്നു. ദളപതി ആയപ്പോഴും തമിഴകം അയാളെ ആവേശപൂർവ്വം സ്വീകരിച്ചു. ആതുര സേവനങ്ങളും പഠന സഹായവുമായി ദളപതിയുടെ വിജയം ഇയക്കം മക്കൾ മുന്നോട്ട് പോവുകയായിരുന്നു. ജാതിമതഭേദം അന്യേ ഒത്തുകൂടി ആരാധക വൃത്തം ഈ രാഷ്ട്രീയത്തിലേക്കും. ദളപതി വിജയ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുമ്പോൾ വിജയ് മക്കൾക്കും ദളപതിക്കൊപ്പം ഉണ്ടാകും. എംജിആറിനും ജയലളിതയ്ക്കും വിജയകാന്തിനും പിന്നാലെ തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് കൊടി പാറിക്കാൻ വിജയ്ക്കാകുമോ? ആർക്കൊപ്പം നിൽക്കും? വിജയിന് സജീവ രാഷ്ട്രീയ പ്രവർത്തനം മാത്രം ഒതുങ്ങുമോ? വിജയുടെ കരിയർ എന്താകും? പരിശോധിക്കാൻ നമസ്കാരം, ഞാൻ ആരതി. തമിഴ് സൂപ്പർ താരം വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി ഫെബ്രുവരിയിൽ രജിസ്റ്റർ ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഫാൻസ് ഗ്രൂപ്പായ വിജയ് മക്കൾ ഇയക്കമാണ് സമ്പൂർണ്ണ രാഷ്ട്രീയ പാർട്ടിയാവാൻ ഒരുങ്ങുന്നത്. ചെന്നൈക്ക് സമീപം പനയൂരിൽ ചേർന്ന ഇയക്കം ജനറൽ കൗൺസിൽ യോഗം പാർട്ടി അധ്യക്ഷനായി വിജയ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറി, ട്രഷറർ എന്നിവരെയും നിയമിച്ചു. കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും ജനറൽ കൗൺസിൽ യോഗം രൂപം നൽകുകയായിരുന്നു. പാർട്ടിയുടെ പേര് തീരുമാനിക്കാൻ വിജയ് ചുമതലപ്പെടുത്തി. പേര് തീരുമാനിച്ചാലുടൻ രജിസ്ട്രേഷൻ നടത്തുമെന്നാണ് അറിയിച്ചത്. തുടർന്ന് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തുകയാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് പാർട്ടി രൂപീകരിക്കാൻ വിജയ് ഒരുങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രവർത്തനം സജീവമാക്കും. യുവാക്കളാണ് വിജയ് സിനിമകളെ വിജയിപ്പിക്കുന്നത്. അതിൽ യാതൊരുവിധ സംശയവും നമുക്കില്ല. പരമാവധി യുവാക്കളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള പരിപാടികൾ ആരംഭിക്കാനും 200 അംഗ ജനറൽ കൗൺസിൽ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. തമിഴ്നാടിന്റെ പാരമ്പര്യത്തിന് ഉതകുന്ന പേരാകും പാർട്ടിക്കെന്നും പേരിനൊപ്പം കഴകമുണ്ടാകുമെന്നും വിജയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട്. 10 വർഷമായി വിജയ് രാഷ്ട്രീയത്തിൽ എത്തുമെന്ന് പ്രചാരണമുണ്ടായിരുന്നു. അന്നൊന്നും തന്നെ ആരും ഇത് വിശ്വസിച്ചിരുന്നില്ല. 68 സിനിമകളിൽ അഭിനയിച്ച വിജയ് ആരാധക കൂട്ടായ്മകൾ സജീവമായി നിലനിർത്താൻ ശ്രദ്ധിക്കാറുമുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സൗജന്യ ഭക്ഷ്യവിതരണം, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, വായനശാലകൾ, സായാഹ്ന ട്യൂഷൻ, നിയമസഹായം തുടങ്ങി പ്രവർത്തനങ്ങൾ വിജയ് ഫാൻസ് തമിഴ്നാട്ടിൽ ഉടനീളം നടത്തിവരുന്നുണ്ട്. കഴിഞ്ഞ ജൂണിൽ ചെന്നൈയിൽ വിദ്യാർത്ഥികളുടെ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ സൂചന ഉണ്ടായിരുന്നു. രാഷ്ട്രീയക്കാരിൽ നിന്ന് വോട്ടിനായി പണം വാങ്ങിയതെന്നും BR അംബേദ്കർ, പെരിയാർ, EV രാമസ്വാമി, K കാമരാജ് തുടങ്ങിയ നേതാക്കളെക്കുറിച്ച് സ്വയം ബോധവൽക്കരിക്കണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും അന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനു പുറമെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ സീറ്റ് സ്വപ്നം കാണുന്ന കമലഹാസന്റെ മക്കൾ നീതിമയ്യമാണ് വിജയുമായി സഖ്യത്തിൽ ആകാൻ മുന്നിൽ നിൽക്കുന്നതെന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് മുമ്പ് വിജയ് പാർട്ടി രൂപീകരിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ പരസ്യ പിന്തുണ കമലഹാസൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് തമിഴ്നാടിനെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. രാഹുൽ ഗാന്ധിയുമായി അടുപ്പം പുലർത്തുന്ന കമൽ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തിരുന്നു. ഈറോഡ് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായി പ്രചാരണവും നടത്തി. കോൺഗ്രസ് DMK മുന്നണിയിലാണ്. സീറ്റ് വിഭജന കാര്യത്തിൽ സംസ്ഥാനത്തെ DMK കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസവും രൂക്ഷമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പിന്തുണയുള്ള കമലിന് DMK സീറ്റ് നൽകാനുള്ള സാധ്യതയും കുറവാണ്. കോയമ്പത്തൂരിൽ DMK സ്വാധീനം കുറവാണ്. അതുകൊണ്ട് തന്നെ വിജയുടെയും കോൺഗ്രസിന്റെയും പിന്തുണ നേടിയാൽ വിജയിക്കാമെന്നാണ് കമലിന്റെ കണക്കുകൂട്ടൽ. DMK കൂട്ടുകെട്ട് കോൺഗ്രസിന് ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്നാൽ വിജയെ സമീപിച്ചേക്കുമെന്ന വാർത്തകളാണ് പുറത്തു വന്നത്. MGRും വിജയകാന്തുമൊക്കെ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വിജയിച്ചവരാണ്. എന്നാൽ കമൽഹാസനും രജനിക്കും ഒന്നും ആ നേട്ടം കൈവരിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ വിജയിച്ചു കയറാനും ജനങ്ങളുടെ മനസ്സിലേക്ക് ചേക്കേറാനും അത്ര എളുപ്പം സാധിക്കില്ല. എങ്കിലും ആരാധകർ വിജയ്ക്ക് ഒപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. വിജയം ജനഹൃദയങ്ങളിൽ കീഴടക്കി രാഷ്ട്രീയങ്ങൾ മറികടന്ന് തമിഴ് രാഷ്ട്രീയത്തിൽ എത്തി വിജയിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.